അങ്കിൾ മോളെ ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ആ ഹായ് ആന്റി. യാത്രയൊക്കെ സുഖമായിരുന്നു മോളെ. കുഴപ്പമില്ലായിരുന്നു. ഫ്ലൈറ്റ് 1 hour ലേറ്റ് ആയിരുന്നു. ഓ ആ മോളെ, മോള് വേഗം പോയി ഒന്ന് ഫ്രഷ് ആവും. നമുക്ക് ക്ഷേത്രത്തിൽ പോണം. ക്ഷേത്രത്തിലേക്കോ? അയ്യോ, ക്ഷേത്രം, അമ്പലം, ഇങ്ങനെ. അല്ല, മോൾക്ക് എന്താ ഒരു താല്പര്യമില്ലാത്ത പോലെ? അല്ല അങ്കിൾ, ഞാൻ സാധാരണ അമ്പലത്തിലൊന്നും പോകുന്ന പതിവില്ല. എന്നെ ഇതിൽ നിന്നൊന്ന് ഒഴിവാക്കിക്കൂടെ? അയ്യോ, അതെങ്ങനെ ഒഴിവാക്കാനാ? എന്താ മോളി പറയുന്നേ? മോളുടെ അച്ഛനും അമ്മയും മോളെ ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത് ഈ പറഞ്ഞ ക്ഷേത്രത്തിലെ പൂജയിൽ പങ്കെടുക്കാനാണ്. മോളും ജഗനും തമ്മിലുള്ള വിവാഹം ഭംഗിയായി നടക്കാൻ വേണ്ടിയാണ് ഈ പൂജ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതെ, ആ ചടങ്ങിൽ മോള് നിർബന്ധമായിട്ടും പങ്കെടുത്തിരിക്കണം. അത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. അതെ, വിളിച്ചാൽ വിളി കേൾക്കുന്ന ദേവിയാണ്. അവിടെ പോയി പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യത്തിലും ഗുണമേ ഉണ്ടാവും. മനസ്സിലായോ സുമി? മനസ്സിലായി. അങ്കിള് എനിക്കും ദേവിക്കും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു മീഡിയേറ്റർ ആണെന്ന് മനസ്സിലായി. തമാശക്കാരി, തമാശക്കാരി. അല്ല, മോള് രാവിലെ അച്ഛനെ വിളിച്ചായിരുന്നോ? ഇല്ല. അയ്യോ, വിളിക്കണം. ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പായിട്ട് അച്ഛനെ വിളിച്ച് അനുവാദവും അനുഗ്രഹവും വാങ്ങിയിരിക്കണം. മോള് വിളിക്ക്. അവിടെ ഫോൺ എടുത്ത്. എന്നെ ഗുഡ് മോർണിംഗ് മോളെ. ഗുഡ് മോർണിംഗ് അച്ഛാ. ജഗന്റെ വീടും ആൾക്കാരൊക്കെ ഇഷ്ടപ്പെട്ടോ നിനക്ക്? ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാനിതുവരെ ജഗന് മാത്രം കണ്ടില്ല അച്ഛാ. കാണാൻ കഴിയില്ല. അങ്ങനെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള വ്യക്തിയല്ലല്ലോ ജഗൻ. വളരെ തിരക്കുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറാ. ഹാൻസം ആൻഡ് സ്മാർട്ട്. മോൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. ഒരു സെക്കൻഡ്. ആയിക്കോട്ടെ. അച്ഛാ, പിന്നെ നല്ല കുട്ടി.